ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപികയുടെ മുഖപ്രസംഗം. ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴിച്ച് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണെന്ന് ദീപിക വിമർശിക്കുന്നു. ഛത്തീസ്ഗഡിലും ഉറിയിലുമടക്കം കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന രാഷ്ട്രീയം മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട്. BJPയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ലെന്ന് കേരള ഘടകത്തെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കന്യാസ്ത്രീകളല്ല ബന്ദി, മതേതര ഭരണഘടന എന്ന തലക്കെട്ടോടെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. BJP അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ 4316 അക്രമ സംഭവങ്ങൾ ഉയർന്നതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ടെന്ന് മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. BJPയുടെ അനുഗ്രഹ ആശീർവാദത്തോടെ ഹിന്ദുത്വയുടെ രാഷ്ട്രീയം നിർവചിക്കപ്പെടുകയാണ്. രണ്ട് കന്യാസ്ത്രീകളെയല്ല, മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ബന്ദികളാക്കിയത്. മുൻപും നിരവധി തവണ ക്രൈസ്തവ നേതാക്കൾ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയെയും കണ്ട് നിവേദനം നൽകിയതാണ്. ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. മൈത്രാന്മാരും പ്രതിപക്ഷവും അഭ്യർത്ഥിച്ചിട്ടുവെന്നോ ഈ പരമോന്നത നേതാക്കൾ കാര്യങ്ങൾ അറിയാൻ എന്നും ദീപിക ചോദിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ന്യൂനപക്ഷങ്ങളെ ചോദ്യം ചെയ്യാൻ തീവ്ര മതസംഘടനകളെ വിളിച്ചു വരുത്തുക, യാത്രക്കാരെ മതസംഘടനകൾ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ട വിചാരണ നടത്തുക, പിന്നീട് കർശന നിർദ്ദേശങ്ങളോടെ പോലീസിന് കൈമാറുക. മതരാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ഇതെന്ന് BJPക്ക് അറിയാത്തതാണോ? ഇതിൽ ദുരൂഹതയേറുന്നുവെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടി. ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പരസ്യമായി ആഘോഷിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ ഔദാര്യം വേണ്ടിവരുന്നുവെന്നും വിമർശിക്കുന്നു. വർഗീയവാദികൾ എപ്പോൾ ചോദിച്ചാലും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ബൈബിളിനും ക്രൂസിത രൂപങ്ങൾക്കുമൊക്കെ പരോക്ഷ വിലക്ക്. സന്യസർക്ക് അവരുടെ വേഷത്തിൽ പുറത്തിറങ്ങി നടക്കാനാകാത്ത സ്ഥിതിയാണെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസി സമൂഹത്തിലെ അംഗങ്ങളാണിവർ. നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള 3 പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത്. 19 മുതൽ 22 വയസ്സുള്ളവരായിരുന്നു ഇവർ. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിക്കുകയായിരുന്നു. തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുകയും ചെയ്തു. കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞു. മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോവാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡും പെൺകുട്ടികൾ ഹാജരാക്കി. തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജ്രംഗകളോ പോലീസോ തയ്യാറായിട്ടില്ല എന്നാണ് ആരോപണം.